ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുക്കുപണ്ട കേസിൽ സമാന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. മണ്ണുത്തി ഒല്ലൂക്കരയിൽ ഐസ് ഫാക്ടറിയിൽ അമോണിയം ചോർന്നു. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് വാതക ചോർച്ച തടഞ്ഞത്. മുള്ളൂർക്കര ആറ്റൂരിൽ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയോധിക സഹോദരന്മാരിൽ മൂന്നാമത്തെയാളും മരിച്ചു. മണ്ഡലംകുന്ന് സ്വദേശിനി ജാനകിയാണ് മരിച്ചത്. SCRൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി LDF. സംഘപരിവാറിനെ മറ്റൊരു പരിവാർ സംഘടനയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ മാറ്റിയെന്ന് CPM ജില്ലാ സെക്രട്ടറി KB അബ്ദുൾ ഖാദർ. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. വൈറ്റ് സ്പോട്ട് ഡിസീസാണ് ചെമ്മീൻ കൃഷിയെ ബാധിച്ചതെന്ന് പരിശോധനാ റിപ്പോർട്ട്. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 3200 രൂപ കുറഞ്ഞ് 1,07,920 രൂപയായി. ഇന്ന് കുറഞ്ഞത് 9,840 രൂപ. വാർത്തകൾ വിശദമായി. കോടതി നിർദ്ദേശക പ്രകാരം റവന്യൂ വകുപ്പിൽ സൂക്ഷിച്ച സ്വർണം മുക്കുപണ്ടമായ കേസിൽ സമാന്തര അന്വേഷണത്തിന് കളക്ടർ ഉത്തരവിട്ടു. തൃശൂർ ഡെപ്യൂട്ടി കളക്ടർ പ്രാൺ സിംഗിനാണ് അന്വേഷണ ചുമതല. മോഷ്ടാവിനെ കണ്ടെത്തുക ദുഷ്കരമാണ്. കുറ്റക്കാരെ കണ്ടെത്തിയില്ലെങ്കിലും റംലത്തിന്റെ കുടുംബത്തിന് സ്വർണം തിരിച്ചു നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. 2003 മുതൽ 2022 വരെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. മണ്ണുത്തി ഉല്ലൂക്കരയിൽ ഐസ് ഫാക്ടറിയിൽ അമോണിയം ചോർന്നത് പരിഭ്രാന്തി പരത്തി. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ചോർച്ച നിർവീര്യമാക്കിയത്. സത്യം ഐസ് ഫാക്ടറിയിലാണ് അമോണിയം ചോർന്നത്. സംഭവം അറിഞ്ഞയുടൻ തൃശൂർ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നായി 4 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. വെള്ളമടിച്ച് അമോണിയം വ്യാപിക്കുന്നത് തടഞ്ഞു. സംഭവ സമയത്ത് 2 ക്ലിനിക് തൊഴിലാളികൾ മാത്രമാണ് ഉണ്ടായത്. അമോണിയം ചോർന്ന സമയം വൈദ്യുതി ഇല്ലാതിരുന്നത് ടാങ്കിലേക്ക് അമോണിയം തിരിച്ചു പോകാതെ അമോണിയം ഫാക്ടറിക്കുള്ളിൽ ക്ലൗഡ് ഫോം ആവുകയായിരുന്നു. തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്ത് ചോർച്ച നിർവീര്യമാക്കിയ ശേഷമാണ് അഗ്നിശമന സേനാ വിഭാഗത്തിന് അമോണിയം ടാങ്കിന്റെ വാൾവ് അടയ്ക്കാനായത്. രാവിലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇവർക്കൊരു ലീക്കേജ് ഉണ്ടാകാൻ പിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതിന് കാരണം അവരുടെ ഇലക്ട്രിസിറ്റി ഫെയിലായിരുന്നു. ആ ക്ലൗഡ് ഫോം ഉടൻ തന്നെ നമ്മുടെ സേന ആക്റ്റീവ് ഉടൻ തന്നെ പ്രവർത്തിച്ച് ആ ക്ലൗഡ് ഫോം നമ്മൾ ഡിസിപ്പേറ്റ് ചെയ്തു, അത് ന്യൂട്രലൈസ് ചെയ്തു. ലീക്കേജ് ആയ അമോണിയയുടെ ആ പോർഷൻസ് തിരിച്ച് ആ ടാങ്കിലേക്ക് റിട്ടേൺ ചെയ്യുന്നത്. ഉടൻ സമയത്ത് സേനയ്ക്ക് വരാൻ കഴിഞ്ഞതുകൊണ്ടും നമുക്കത് പെട്ടെന്ന് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞു. അല്ലെങ്കിൽ ചുറ്റുപാടും ധാരാളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നു. ഏതായാലും സംഭവം വിജയകരമായി കുഴപ്പമില്ല. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഫാക്ടറിയിലെ അമോണിയം പൈപ്പിലെ കാലപ്പഴക്കമാണ് ചോർച്ചയ്ക്ക് കാരണമായതെന്നാണ് സൂചന. 25,000 ലിറ്റർ സംഭരണ ശേഷിയാണ് ടാങ്കിനുള്ളത്. സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടെങ്കിലും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പരിശോധന നടത്തിയാൽ മാത്രമേ പറയാനാകൂ എന്നും പരിശോധന നടത്തി സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ട് ലഭിച്ച ശേഷമേ സ്ഥാപനം തുടർന്നു പ്രവർത്തിക്കാൻ അനുവദിക്കൂവെന്നും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു. എന്തായാലും ലൈസൻസ് ഉണ്ട്, പക്ഷേ മറ്റ് പരിശോധനകളെല്ലാം ഈ ഫയറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അമോണിയയുടെ സേഫ്റ്റി സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം തന്നെ വീണ്ടും നല്ല രീതിയിൽ നടത്തേണ്ടതുണ്ട്. അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് അത് ചെയ്യേണ്ടത്. എന്തായാലും അവരെ വിവരം അറിയിക്കും. ഞാൻ പല പ്രാവശ്യം വിളിച്ചിട്ടും അത് കോൾ കിട്ടിയിട്ടില്ല. അപ്പോൾ അറിയിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വന്ന് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കും. ബന്ധപ്പെട്ട നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസറെയും CCM അവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് വിവരങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. ജില്ലാ ഫയർ ഓഫീസർ MS സുവി, സ്റ്റേഷൻ ഓഫീസർ B വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. TCV ന്യൂസ്, തൃശൂർ. മുള്ളൂർക്കര ആറ്റൂരിൽ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയോധിക സഹോദരന്മാരിൽ മൂന്നാമത്തെയാളും മരിച്ചു. മണ്ഡലംകുന്ന് മടത്തിൽപുരയ്ക്കൽ വീട്ടിൽ 80 വയസ്സുള്ള ജാനകിയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. ഇതോടെ 3 സഹോദരന്മാരിൽ
മരണത്തിന് കീഴടങ്ങി. വെള്ളിയാഴ്ചയാണ് മൂവരെയും വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് സംഭവസ്ഥലത്ത് നിന്നും പോലീസിന് ലഭിച്ചിരുന്നു. SIR-ൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി LDF. സംഘപരിവാറിനെ മറ്റൊരു പരിവാർ സംഘടനയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ മാറ്റിയെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. SIR വോട്ടർ പട്ടിക പുതുക്കൽ പ്രക്രിയയിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എല്ലാവർക്കും വോട്ടവകാശം നൽകുക എന്നുള്ളതാണ്. എന്നാൽ SIR-ന്റെ പേരിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ജനാധിപത്യ അവകാശം പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അർഹമായവർക്ക് വോട്ടവകാശം നിഷേധിക്കുകയും അനർഹരെ പട്ടികയിൽ തിരികെ കയറ്റുവാനുമുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. BJP തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കാൻ BLO-മാർക്ക് എഴുതിക്കൊടുക്കുന്നുവെന്നും ഇത് ചോദ്യം ചെയ്യുന്നവരെ ഇലക്ഷൻ കമ്മീഷൻ സമ്മർദ്ദത്തിലാക്കുമെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വോട്ട് ചെയ്ത ആളുകളോട് പറയുന്നു, നിങ്ങളുടെ ഐഡന്റിറ്റി വീണ്ടും തെളിയിക്കണം എന്ന്. ഇതാണോ യഥാർത്ഥ ജനാധിപത്യ വ്യവസ്ഥയിൽ ചെയ്യേണ്ടത്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണാധികാര സ്ഥാനം കൈയാളുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സംഘ് പരിവാറിന്റെ മറ്റൊരു പരിവാർ സംഘടനയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിരിക്കുകയല്ലേ? പട്ടികയിൽ പേരുള്ള ആളുകൾ അവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നു. നമുക്ക് ഇതുവരെ അപരിചിതമായിരുന്ന കുറേയേറെ സാങ്കേതിക സംജ്ഞകൾ കൊണ്ടുവരുന്നു. അൺമാപ്പിംഗ്, മാപ്പിംഗ്, ഷിഫ്റ്റിംഗ്, അങ്ങനെ കുറേയേറെ പേരുകൾ. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള പൗരത്വ രേഖകൾ അതൊന്നും പോരാ, ഇവിടെ പുതിയ ചില രേഖകൾ ഹാജരാക്കണം എന്ന് വോട്ടർമാരോട് പറഞ്ഞ് അവരെ നെട്ടോട്ടമോടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ BJP സർക്കാർ തങ്ങളുടെ ചട്ടുകമാക്കി മാറ്റിയിരിക്കുകയാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. വോട്ട് കൃത്രിമമായി ചേർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ശിവാനന്ദൻ കൂട്ടിച്ചേർത്തു. LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖർ, കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, അഡ്വക്കേറ്റ് CT ജോഫി, CL ജോയ്, ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, CR വത്സൻ, മുഹമ്മദ് ചാമക്കാല, പോൾ M ചാക്കോ, ഷൈജു ബഷീർ, KK വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഏജൻസി ഫോർ ഡെവലപ്മെന്റ് ഓഫ് അക്വാകൾച്ചർ കേരളയുടെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. വൈറ്റ് സ്പോട്ട് ഡിസീസ് ബാധ പൊയ്യയിലെ ഫാമിൽ ഉണ്ടായിരുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അഡാക്കിന്റെ തേവരയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. ചെമ്മീൻ കൃഷിയിലെ ഏറ്റവും മാരകമായ വൈറസ് ബാധയാണ് വൈറ്റ് സ്പോട്ട് ഡിസീസ്. ചെമ്മീന്റെ വളർച്ച ശരാശരി 5 ഗ്രാം വരെയുള്ളപ്പോഴാണ് സാധാരണ വൈറസ് ബാധയുണ്ടാകുന്നത്. ബയോസുരക്ഷയുള്ള ഫാമിലാണ് വൈറസ് ബാധ. രോഗമുണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് പക്ഷികൾ ചെമ്മീനുകളെ കൊത്തിയെടുത്ത് കൊണ്ടുപോയപ്പോൾ കുളത്തിൽ വീണാലും വൈറസ് വരാൻ സാധ്യതയുണ്ട്. ബയോസുരക്ഷയിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടി വരും. വൈറസ് ബാധിച്ചാൽ വേഗത്തിൽ ചെമ്മീനുകൾ കൂട്ടത്തോടെ ചാകാൻ ഇടയാക്കും. വൈറസ് ബാധ തിരിച്ചറിഞ്ഞപ്പോഴാണ് വനാമി ചെമ്മീൻ വിളവെടുത്തത്. വളർച്ച കുറഞ്ഞത് തീറ്റയിലെ ഗുണനിലവാരമില്ലായ്മയാണോ എന്ന് പരിശോധന നടത്തിയിട്ടില്ല. വളർച്ചയില്ലാത്തതിനാൽ 85 ദിവസം പ്രായമായപ്പോഴാണ് വിളവെടുത്തത്. TCV ന്യൂസ്, മാള. സ്വർണ്ണവില വീണ്ടും ഇടിഞ്ഞു. പവന് 3200 രൂപ കുറഞ്ഞ് 1,07,920 രൂപയായി. രാവിലെ പവന് 6,640 രൂപ കുറഞ്ഞിരുന്നു. ഇന്ന് ഇതുവരെ പവന് കുറഞ്ഞത് 9,840 രൂപ. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല സമരത്തിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ന് മുതൽ OPയും അധ്യാപനവും ബഹിഷ്കരിച്ചു. ശമ്പള കുടിശ്ശിക വിതരണം, പുതിയ നിയമനങ്ങൾ നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഈ മാസം 9 മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും 11 മുതൽ സർവകലാശാല പരീക്ഷാ ജോലികളും ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ KGMCTA അറിയിച്ചു. ഇടവേള.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന് സംശയം. 9 പേജുകളുള്ള ആത്മഹത്യാക്കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചതായി വിവരം. ജനുവരി 31 സഹോദരനെ വിളിച്ചത് ജീവനൊടുക്കാൻ തീരുമാനിച്ച ശേഷമാണെന്നാണ് സൂചന. ആദായ നികുതി വകുപ്പിന്റെ ഇടപെടലിൽ റോയ് സമ്മർദ്ദത്തിലായിരുന്നു. അതേസമയം പ്രത്യേക സംഘം അന്വേഷണം ഊർജിതമാക്കി. അന്വേഷണ സംഘം IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിപ്പിക്കും. ബംഗളൂരു വിട്ടു പോകരുതെന്ന് IT ഉദ്യോഗസ്ഥരോട് രേഖാമൂലം നിർദ്ദേശം നൽകി. അംഗീകാരത്തിന്റെ നിറവിൽ ജില്ലയും തൃശൂർ കളക്ടറും. വനിതാ ശിശുവികസന വകുപ്പ് സംയോജിത ശിശുവികസന സേവന പദ്ധതി 2024-25 മികച്ച സേവനത്തിനുള്ള പുരസ്കാരത്തിനാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അർഹനായത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സേവനങ്ങൾക്കും ക്രിയാത്മകമായ ഇടപെടലുകൾക്കുമാണ് അംഗീകാരം നേടിയത്. ഇതിനു പുറമെ മികച്ച അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ എന്നീ വിഭാഗങ്ങളിലായി 10 പുരസ്കാരങ്ങളും ജില്ലയ്ക്ക് ലഭിച്ചു. ജില്ലയിലെ മികച്ച അംഗനവാടികൾക്കുള്ള സംസ്ഥാന പുരസ്കാരത്തിന് കൊടകര 46-ാം നമ്പർ ഗാലക്സി അംഗൻവാടി അർഹമായി. മികച്ച അംഗനവാടി വർക്കർമാരായി ICDS ചേർപ്പിലെ VP ബിന്ദു, തളിക്കുളത്തെ KB ഷീജ, ചാലക്കുടി അഡീഷണലിലെ PB വിജയകുമാരി, മാളയിലെ CP ആനിയും മികച്ച അംഗൻവാടി ഹെൽപ്പർമാരായി ICDS മതിലകത്തെ MC ഇന്ദു, ഒല്ലൂക്കര അഡീഷണലിലെ MP ഷീല, ചാലക്കുടി അഡീഷണലിലെ PP അംബിക, തളിക്കുളത്തെ BT സുബി എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. ചെറാപ്പിന്നി 17-ാം കല്ലിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റു. ചെറാപ്പിന്നി സ്വദേശി കൊരട്ടിയിൽ രതീഷ്, എടമുട്ടം സ്വദേശി മാമ്പുള്ളി ദീപക് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലയോര ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറ്റണമെന്ന് ആവശ്യം. മലയോര ഹൈവേ വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെയുള്ള 18.25 കിലോമീറ്റർ ദൂരത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഏറെ തടസ്സങ്ങളും നിലവിലുണ്ട്. നഷ്ടപരിഹാര തുകയ്ക്കു വേണ്ടി ചില ഭൂവുടമകൾ കേസ് കൊടുത്തിട്ടുമുണ്ട്. മതിൽ കിണർ പൊളിച്ച് പണിയുന്നതിന് തുക കൈപ്പറ്റിയതിനു ശേഷം തുക പോരെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചവരും ഉണ്ട്. ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാത്തതും കാലതാമസം വരുത്തുന്നു. ചായ്പൻകുഴി ചെമ്പൻകുന്ന് റോഡിൽ അതിരപ്പിള്ളി ശുദ്ധജല വിതരണ പദ്ധതിയിലെ ടാങ്കിലേക്കുള്ള ഇരുമ്പ് പൈപ്പ് കൂട്ടിയോജിപ്പിക്കാത്തതും നിർമ്മാണ പുരോഗതിക്ക് തടസ്സമാണ്. ഇവയെല്ലാം വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ KM ജോസ് നാട്ടിക ഫർക്ക എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സമീപിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചേലക്കര നിയോജക മണ്ഡലം യൂത്ത് വിംഗ് കൺവെൻഷൻ നടന്നു. തിരുവില്ലാമല വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. യുവ വ്യാപാരി വിഭാഗം ജില്ലാ ട്രഷറർ സുബൈർ വാഴാലിപ്പാടം അധ്യക്ഷത വഹിച്ചു. സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് P നാരായണൻകുട്ടി, യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രതീഷ് പോൾ, ചേലക്കര മണ്ഡലം കൺവീനർ മുഹമ്മദ്, യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറിമാരായ നൈസൻ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. പാലിയേറ്റീവ് കെയർ ദിനവാരണാചരണത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ അന്തേവാസികൾക്കായി നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തത്. ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി ബിജു എടക്കളത്തൂർ യോഗം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് വിംഗ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് പോൾ അധ്യക്ഷനായി. യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൈസൻ മാത്യു, ജില്ലാ ട്രഷറർ സുബൈർ വാഴാലിപ്പാടം, സൂപ്രണ്ട് ഡോക്ടർ ബേബി ലക്ഷ്മി, നഴ്സിംഗ് സൂപ്രണ്ട് KA ബീന എന്നിവർ സംസാരിച്ചു. ലോട്ടറി ക്ഷേമനിധി ബോർഡിലെ കോടികളുടെ കൊള്ള
ഹൈക്കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് കോൺഗ്രസ് നടത്തുന്ന സമരത്തിന് മുന്നോടിയായി തൃശൂരിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നാളെ രാവിലെ 11-ന് തൃശൂർ ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസിന് മുൻപിൽ നടക്കുന്ന ധർണ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PN സതീഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി ജേക്കബ്, ജിയോ ജോർജ്, സംസ്ഥാന സെക്രട്ടറി MR പ്രതാപൻ, TM ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതിയുടെ വിദ്യാഭ്യാസ പദ്ധതി സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി സമേതം വിമുക്തി ലഹരിവിരുദ്ധ പ്രചാരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 16 വിദ്യാലയങ്ങളിൽ കേന്ദ്രീകരിച്ച് നാടകാവതരണം, ലഘുലേഖ വിതരണം, സംവാദങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. ബുധനാഴ്ച രാവിലെ നടക്കുന്ന ജില്ലാതല ഉദ്ഘാടനം വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് നിർവഹിക്കും. ഷീല ജോർജ്, PM ബാലകൃഷ്ണൻ, PD പ്രകാശ് ബാബു, KV ഗണേഷ് കുമാർ, TV മദനമോഹൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉത്രാളിക്കാവ് പൂരത്തിന് മുന്നോടിയായി കുമരനെല്ലൂർ ദേശം ഉത്രാളി ഭഗവതിക്ക് സമർപ്പിക്കുന്ന ദേശപ്പാന നാളെ വിവിധ പരിപാടികളോടെ നടക്കും. കുമരനെല്ലൂർ കറുവണ്ണ ക്ഷേത്രത്തിന് സമീപം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ 9:30-ന് കാലിടൽ ചടങ്ങോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും. ബുധനാഴ്ച പുലർച്ചെ പാനവലത്ത്, കനലാട്ടം, ഉത്രാളിക്കാവ് കോമരത്തിന്റെ കൽപ്പന, കുരുതി സമർപ്പണം എന്നിവയോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ വെങ്കിടങ്ങ് യൂണിറ്റ് വാർഷിക സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷിക സമ്മേളനം വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MC ലാസർ അധ്യക്ഷത വഹിച്ചു. CR മാത്യു, KK ജോസ്, KV ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ വാർഷിക പദ്ധതി പ്രകാരം ജാഗ്രതാ സമിതി ശാക്തീകരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് ജാഗ്രതാ സമിതി ശാക്തീകരണം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV ഷിജു അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജശ്രീ ഗോപകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK പ്രസാദ്, ICDS സൂപ്പർവൈസർ അനിതാകുമാരി, ചാവക്കാട് ICDS സൂപ്പർവൈസർ ആരതി കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രം അടിസ്ഥാനമാക്കി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന CM മെഗാ ക്വിസ് മത്സരത്തിന്റെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ജില്ലാതല മത്സരം തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ നടന്നു. സ്കൂൾ തല മത്സരത്തിൽ ജില്ലയിലെ 3 വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നായി 30 ടീമുകളും കോളേജ് തല മത്സരങ്ങളിൽ ജില്ലയിലെ വിവിധ കോളേജുകളിൽ നിന്നായി 70 ടീമുകളും പങ്കെടുത്തു. ജില്ലയിലെ വിജയികൾ സംസ്ഥാന തലത്തിൽ മത്സരിക്കും. ഗ്രാൻഡ് ഫിനാലയിലേക്ക് മുന്നോട്ട് പോകും. ഒരു ടീം ശരിയായിട്ടുണ്ട്. നല്ല കൈ കൊടുക്കാം. ജർമ്മനി നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ലെ കോട്ടപ്പുറം മൂത്തകുന്നം പുതിയ പാലത്തിന്റെ സുരക്ഷയിലുള്ള ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. നിർമ്മാണം പുരോഗമിക്കുന്ന പാലത്തിന്റെ തൂണുകളിലൊന്ന് താഴ്ന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ഇരട്ടപ്പാലങ്ങളിലെ രണ്ടാമത്തെ പാലത്തിലാണ് സുരക്ഷാ ഭീഷണി ഉടലെടുത്തിട്ടുള്ളത്. കൊടുങ്ങല്ലൂരിലെ വലിയ പണിക്കൻ തുരുത്തിൽ നിന്നും എറണാകുളം ജില്ലയിലെ മൂത്തകുന്നത്തേക്കുള്ള പാലത്തിന്റെ 2ാം തൂണിലാണ് അപാകത കാണപ്പെടുന്നത്. ദൂരക്കാഴ്ചയിൽ പാലത്തിന്റെ 2ാം തൂണിന്റെ ഭാഗത്ത് വളഞ്ഞതുപോലെയുണ്ട്. നാട്ടുകാർ സംശയം ഉന്നയിച്ചിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായിട്ടില്ല. പാലത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തി നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കണമെന്ന്
നഗരസഭാ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് VM ജോണി ആവശ്യപ്പെട്ടു. ഇവിടെ നിന്ന് രണ്ടാമത്തെ തൂണ് വളരെ അവിടെ ഒരു വലിയൊരു വളവ് താഴ്ന്നത് പോലെ തോന്നിക്കുന്നു. അത് നമുക്ക് ഇപ്പൊ വീഡിയോയിലെല്ലാം കാണുമ്പോൾ മനസ്സിലാവും. അതൊരു വലിയൊരു ആശങ്കയിലാണ് എല്ലാ ജനങ്ങളും നിൽക്കുന്നത്. ഇത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ വന്ന് എന്താണ് ആ നിർമ്മാണത്തിൽ വന്ന അപാകതയാണോ എന്താണ് ഒരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം ഒരു വലിയൊരു വ്യത്യാസം. അത് തൂണിരുന്ന് പോയതാണോ എന്നെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒന്ന് പരിശോധിക്കേണ്ടത്. ഉദ്യോഗസ്ഥ സംഘം പാലം സന്ദർശിച്ചതും പിന്നീട് നിർമ്മാണം നിർത്തിവെച്ചതും നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ച സമയത്ത് പാലം പണിയിൽ അപാകതയുള്ളതായി ആരോപണമുയർന്നിരുന്നു. എന്നാൽ അന്നും അധികൃതർ നിസ്സംഗത പുലർത്തുകയാണുണ്ടായത്. TCV കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ കരുണ ഫൗണ്ടേഷന്റെ കാരുണ്യഹസ്തത്തിൽ ഭിന്നശേഷിക്കാരായ 4 പേർക്ക് ജീവിത പങ്കാളികളായി. ഇതോടെ 15 വർഷത്തിനുള്ളിൽ 464 പേരെയാണ് കരുണ ദാമ്പത്യ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. വൈവാഹിക സംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കരുണ ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺമാരായ സുനിത അരവിന്ദൻ, AH അക്ബർ, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, മുൻ ചെയർപേഴ്സൺ M കൃഷ്ണദാസ്, വാർഡ് കൌൺസിലർ P രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി പട്ടികജാതി ക്ഷേമസമിതി മണലൂർ ഏരിയ ശില്പശാല മുല്ലശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പട്ടികജാതി ക്ഷേമസമിതി സംസ്ഥാന ട്രഷറർ VR ശാലിനി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് കൃഷ്ണൻ തുപ്പത്ത് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി VV സജീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗം TK ചന്ദ്രൻ, ഏരിയ ട്രഷറർ ബിന്ദു കുമാരൻ, KV മനോഹരൻ, KK സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. മാള തൻകുളത്ത് ക്ഷേത്രം കലശത്തിനിടയിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു. തൻകുളം സ്വദേശി കിച്ചുവിനാണ് കുത്തേറ്റത്. സംഘർഷമുണ്ടാക്കിയവരെ പിടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് കുത്തേറ്റത്. കുത്തേറ്റ യുവാവ് മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുല്ലഴി NSS കരയോഗം പുതിയ മന്ദിരത്തിന്റെ ശിലാസ്ഥാപനവും സംഭാവന കൂപ്പൺ ഉദ്ഘാടനവും നടന്നു. താലൂക്ക് യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് S മേനോൻ ഉദ്ഘാടനം ചെയ്തു. മന്ദിരത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് മുൻ കരയോഗം പ്രസിഡന്റ് പാറയിൽ പരമേശ്വരൻ നായർ നിർവഹിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് K രാമദാസ്, കരയോഗം പ്രസിഡന്റ് സതീശൻ പാറയിൽ പങ്കെടുത്തു. ബോൺ മാരോ ക്യാൻസർ ചികിത്സയുടെ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി തൃശൂർ ലയൺസ് നീർമാതളവും സിംഫണിയും സംയുക്തമായി ഗായിക സിത്താര കൃഷ്ണകുമാറിന്റെ സംഗീത പരിപാടി ഈ മാസം 6-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അമല ക്യാൻസർ സെന്ററിലെ കുട്ടികളുടെ ചികിത്സയ്ക്കായാണ് പരിപാടിയിലൂടെ സമാഹരിക്കുന്ന തുക ഉപയോഗിക്കുക. ബോധവൽക്കരണത്തിനായി ഇന്ന് വൈകിട്ട് പാലസ് ഗ്രൌണ്ടിൽ മോട്ടോർ റാലിയും നടക്കും. വാർത്താ സമ്മേളനത്തിൽ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി മണ്ണുമേൽ, ലയൺ ജോസ് സണ്ണി കാട്ടൂകാരൻ, ലയൺ ദില്ലു ഡേവിസ്, ലയൺസ് ഗീതു തോമസ്, ലയൺ സോണിയ തോമസ് എന്നിവർ പങ്കെടുത്തു. തിരുവില്ലാമല കാവ് പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ സ്ട്രൈക്കേഴ്സ് വിജയികളായി. വിജയികൾക്ക് പള്ളിപ്പറ്റ പത്മാവതി അമ്മ സ്മരണയ്ക്കുള്ള എവർ റോളിംഗ് ട്രോഫി മകൻ രാമചന്ദ്രൻ സമ്മാനിച്ചു. ശ്രീ ശാസ്ത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീ കരിങ്കുറ്റി അയ്യപ്പൻകാവ് ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ നടന്നത്. വലപ്പാട് ഇടവക ദേവാലയത്തിന്റെ 525-ാം ജൂബിലി സമാപന സമ്മേളനം തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. ജൂബിലി സ്മാരക ഭവന താക്കോൽദാനവും അദ്ദേഹം നിർവഹിച്ചു. വികാരി ഫാദർ ജെൻസ് തട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരൻ ജോൺസൺ ANP ജനറൽ കൺവീനർ സെബി ജോർജ്, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് PK മോഹനൻ, ഫാദർ ചെറിയാൻ മാളിയെങ്കൽ, കാർമൽ കോൺവെന്റ് മദർ സുപ്പീരിയർ C കൊച്ചുത്രേസ്യ തുടങ്ങിയവർ സംസാരിച്ചു. താന്നിയം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികനായി. ഫാദർ നോർബർട്ട് തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഡെറ്റ്സ് കുന്നപ്പള്ളി സഹകാർമ്മികനായി.
പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 11ാമത് ദേവസൂര്യ ഗ്രാമീണ ചലച്ചിത്രോത്സവം ഈ മാസം 4 മുതൽ 8 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 4-ന് നടരാജൻ പട്ടാമ്പി സംവിധാനം ചെയ്ത ഇടങ്ങൾ ആദ്യ പ്രദർശനം നടക്കും. ദേവസൂര്യ പ്രസിഡന്റ് റെജി വിളക്കാട്ടുപാടം, ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നീലങ്കാവിൽ, KS ലക്ഷ്മണൻ, MG ഗോകുൽ, ജെയ്സൺ അറക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മികച്ച അംഗൻവാടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ 9 ഗാലക്സി അംഗനവാടിയിലെ പ്രവർത്തകരെ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് MV മിനിമോൾ, വാർഡ് മെമ്പർ സിജി രാജേഷ്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ ഷീല വിപനചന്ദ്രൻ, മോളി തോമസ്, അംഗൻവാടി ജീവനക്കാരായ സിജി പ്രദീപ്, TV ശൈലജ എന്നിവർ സംബന്ധിച്ചു. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1976 SSLC ബാച്ചായ സ്മൃതിലയത്തിന്റെ സുവർണ ജൂബിലിയും കുടുംബസംഗമവും ആഘോഷിച്ചു. സഹപാഠികൾ ഒന്നിച്ച് ദീപം തെളിയിച്ച് ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ബാച്ച് പ്രസിഡന്റ് NK സുലൈമാൻ അധ്യക്ഷനായി. സഹപാഠികളായ സിനിമാ സംഗീത സംവിധായകൻ മോഹൻ സിത്താര, എഴുത്തുകാരൻ സുഗതൻ വെങ്കിടങ്ങ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സുവർണ ജൂബിലി സംഗമത്തിന്റെ സ്മരണിക പ്രകാശനം ആരിഫ സുലൈമാൻ നിർവഹിച്ചു. മാലിന്യ കൂമ്പാരം പഴങ്കഥ. ഇവിടെ കുട്ടികൾ ശാസ്ത്രം സ്വപ്നം കാണും. കൊടുങ്ങല്ലൂരിലെ ചാപ്പാറയിൽ 4,15,00,000 രൂപ ചിലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന സയൻസ് പാർക്കിന്റെ ആദ്യഘട്ടം പൂർത്തിയാകുന്നു. ആധുനിക രീതിയിൽ സജ്ജീകരിച്ച ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, മെക്കാട്രോണിക്സ് ലാബുകൾ, സയൻസ് പാർക്ക്, ബൊട്ടാനിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ ഗാർഡൻ എന്നിവയാണ് ആദ്യഘട്ടത്തിൽ പരിഗണനയിലുള്ളത്. ഇതിനായുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകും. കെട്ടിടത്തിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ഇന്റീരിയർ പ്രവൃത്തികളും കൊടുങ്ങല്ലൂർ നഗരസഭ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കും. 2ാം ഘട്ടത്തിൽ ആധുനിക രീതിയിലുള്ള ശാസ്ത്രം മ്യൂസിയം, പ്ലാനറ്റോറിയം, ഒബ്സർവേറ്ററി എന്നിവ നിർമ്മിക്കും. വിദ്യാർത്ഥികൾക്കും ശാസ്ത്ര അധ്യാപകർക്കും സയൻസ് പാർക്ക് മുതൽക്കൂട്ടാകും. ശാസ്ത്ര പരിപാടികൾ, ക്യാമ്പുകൾ എന്നിവ സയൻസ് പാർക്കിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കും. മുതിർന്നവർക്കുള്ള പരിശീലനങ്ങളും സയൻസ് പാർക്കിൽ ഉണ്ടാകും. VR സുനിൽകുമാർ MLA, കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, വാർഡ് കൌൺസിലർ EC അശോകൻ, മുൻ ചെയർപേഴ്സൺ MU ഷിനിജ എന്നിവർ സയൻസ് പാർക്ക് നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തി. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരിയിൽ പത്രപ്രവർത്തക അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് മധു കടുതുരുത്തി ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി പ്രസ് ഫോറം പ്രസിഡന്റ് വറീദ് ചിച്ചിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട്, മേഖലാ പ്രസിഡന്റ് K രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. പന്തല്ലൂർ ശ്രീ ശിവഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. ദേവസ്വം പൂരം എഴുന്നള്ളത്തിന് ഗജവീരൻ പാക്കത്ത് ശ്രീകുട്ടൻ തിടമ്പേറ്റി. 24 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിന് ആവേശമായി. മേളപ്രമാണി വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ 70ഓളം കലാകാരന്മാർ അണിനിരുന്ന പാണ്ടിമേളം പൂരാവേശം ഉയർത്തി. തെയ്യം, കരിങ്കാളികൾ, തിറ തുടങ്ങിയ നാടൻ കലാരൂപങ്ങളുടെ വരവും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. വയസ്സ് കഴിഞ്ഞ വ്യക്തികളുടെ 5 കിലോമീറ്റർ മാരത്തോൺ ഓട്ടത്തിൽ വിജയിച്ച വെങ്കിടങ്ങ് സ്വദേശി ഇറച്ചീം വീട്ടിൽ അഷ്റഫിന് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉപഹാരം സമർപ്പിച്ചു. വാർഡംഗം NK വിമല, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്റ്റീഫൻ പുത്തൂർ എന്നിവർ ചേർന്ന് അഷ്റഫിനെ പൊന്നാടയണിയിച്ചു. വാർഡ് പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പോൾസൺ കാഞ്ഞിരത്തിങ്കൽ, ഉല്ലാസ് വെങ്കിടങ്ങ്, ആനന്ദൻ കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു.
കുറ്റിച്ചിറ കോടശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയിൽ നിന്ന് ആദ്യമായി BBA, LLB ബിരുദം നേടിയ നിവ്യ കെ ജയനെ കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വികാരി ഫാദർ ജിജി കുന്നിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫിനെ യോഗം അനുമോദിച്ചു. പ്രസിഡന്റ് KM ജോസ് അധ്യക്ഷത വഹിച്ചു. പുറംനാട്ടുകര ശ്രീരാമകൃഷ്ണ ഗുരുകുല വിദ്യാമന്ദിരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 98ാമത് വാർഷികോത്സവം യാത്രയയപ്പും നടന്നു. അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിലക്കര ഉദ്ഘാടനം ചെയ്തു. സ്വാമി യതിവരാനന്ദ അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര പിന്നണി ഗായകൻ ഗണേഷ് സുന്ദരം മുഖ്യാതിഥിയായി. പൂർവ്വ വിദ്യാർത്ഥിയും കേരള രഞ്ജി ക്രിക്കറ്റ് ടീം കോച്ചുമായ ഡേവിസ് ജെ മണവാളനെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് മെമ്പർ ശ്രീലക്ഷ്മി ഹരീഷ്, സ്കൂൾ പ്രിൻസിപ്പൽ സുനിത നായർ, പ്രധാന അധ്യാപകരായ C മനോജ്, KR രഞ്ജിത്ത്, PTA പ്രസിഡന്റ് മധു കാര്യാട്ട്, MPTA പ്രസിഡന്റ് വിദ്യാ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകരെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. മനക്കൊടി വെളിച്ചം മദ്യവിമോചന സമിതിയുടെ ആഭിമുഖ്യത്തിൽ അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ, വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ എന്നിവരെ ആദരിച്ചു. സമിതി പ്രസിഡന്റ് സുരേഷ് മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു. സമിതി രക്ഷാധികാരി പുരുഷോത്തമൻ മേനോത്തുപറമ്പിൽ, മാലതി ടീച്ചർ, അഖിലേഷ്, ശാന്ത, ബാബു ജോസ്, മനക്കൊടി തുടങ്ങിയവർ പങ്കെടുത്തു. അൻപത് വർഷങ്ങൾക്ക് ശേഷം അരിമ്പൂർ ഹൈസ്കൂളിലെ 1975-76 ബാച്ച് SSLC വിദ്യാർത്ഥികൾ ഒത്തുകൂടി. അധ്യാപകർ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ആദ്യകാല ബാച്ചിലെ 120 പേരിൽ 70 പേരാണ് സംഗമത്തിനെത്തിയത്. അധ്യാപകരായ ഏല്യ, രമാബായ്, പ്രേമലത, നാരായണിക്കുട്ടി, വിനോദിനി, മേഴ്സി, ചെമ്പകം, ലീലാവതി എന്നിവരെ ആദരിച്ചു. പാടൂർ വാണിവിലാസം UP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. വെങ്ങിടങ്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. വിരമിക്കുന്ന അധ്യാപകരായ PA ജുവൈരിയ, കൊച്ചു ത്രേസ്യ ജോസഫ്, ലിമ ജോസ് എന്നിവരുടെ ഫോട്ടോ അനാച്ഛാദനം ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റിനിത കബീർ നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പ്രധാന അധ്യാപകൻ ബ്രിസ്റ്റോ മൈക്കിൾ, PTA പ്രസിഡന്റ് ഫിറോസ് കാലടിയിൽ, പഞ്ചായത്ത് അംഗം EV പ്രബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ സ്കൂളിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുന്ന ജുവൈരിയ ടീച്ചർ, കൊച്ചു ത്രേസ്യ ജോസഫ് ടീച്ചർ, സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,890 രൂപ, പവന് 1,11,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. മുക്കുപണ്ട കേസിൽ സമാന്തര അന്വേഷണത്തിന് ഉത്തരവിട്ട് ജില്ലാ കളക്ടർ. ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യും. മണ്ണുത്തി ഒല്ലൂക്കരയിൽ ഐസ് ഫാക്ടറിയിൽ അമോണിയം ചോർന്നു. 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് വാതക ചോർച്ച തടഞ്ഞത്. മുള്ളൂർക്കര ആറ്റൂരിൽ കൂട്ട ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയോധിക സഹോദരന്മാരിൽ മൂന്നാമത്തെയാളും മരിച്ചു. മണ്ഡലംകുന്ന് സ്വദേശിനി ജാനകിയാണ് മരിച്ചത്. SIR-ൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി LDF. സംഘപരിവാറിന്റെ മറ്റൊരു പരിവാർ സംഘടനയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാർ മാറ്റിയെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ഫിഷറീസ് വകുപ്പിന്റെ പൊയ്യയിലെ ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി നഷ്ടത്തിലാകാൻ കാരണം വൈറസ് ബാധയെന്ന് കണ്ടെത്തൽ. വൈറ്റ് സ്പോട്ട് ഡിസീസാണ് ചെമ്മീൻ കൃഷിയെ ബാധിച്ചതെന്ന് പരിശോധനാ റിപ്പോർട്ട്.
സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 3200 രൂപ കൂടി കുറഞ്ഞ് 1,07,920 രൂപയായി. ഇന്ന് കുറഞ്ഞത് 9,840 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.